നാളെ നല്ലോണം നിക്ക്. ആർക്കാ കുപ്പി വേണ്ടത്? അതല്ലേ സപ്പന്നത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് മെയ് 16 എന്ന് അന്നുവിന്റെ പള്ളിക്കൂടലാണ്. കഴിഞ്ഞ മാസം 13-ാം തീയതി ആയിരുന്നു അവന്റെ സുന്നത്ത് കഴിച്ചത്. ഒരു മാസം അവനകത്ത് പിടിച്ചിരുത്തി. കാരണം പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ അവനെ കിട്ടൂലല്ലോ, അങ്ങോട്ടേക്ക് നല്ല രക്ഷയുള്ളൂ. അതുകൊണ്ട് ഒരു മാസം പിടിച്ചിരുത്തി. അപ്പൊ ഇന്നാണ് അവന്റെ പള്ളിക്കൂടൽ. ഇപ്പൊ സമയം ഒരു 6 മണി 6:10 ആയിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്കും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അവിടെ അരിഞ്ഞു വെക്കുന്നു, റെഡിയാക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ കടിയാക്കുന്ന തിരക്കിൽ വേഗം വന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഓടി വന്നതാട്ടോ. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻട്രോ ഇവിടെ നിന്ന് എടുക്കാൻ വിചാരിച്ച്. ഇതിപ്പോൾ ഫോണിലായതുകൊണ്ടൊന്നും മനസ്സിലാവായിട്ടാണ്. പക്ഷേ നല്ല മഞ്ഞുണ്ട്, റോഡിലേക്കൊക്കെ പോകുമ്പോൾ നല്ല മഞ്ഞുണ്ട്, ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ ഓനെ എണീപ്പിച്ചിട്ട് മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ. നമ്മുടെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടോ. ഉള്ളിയും തക്കാളിയും ക്യാരറ്റും മല്ലിച്ചപ്പും പുതിന ഇതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ചതൊക്കെ ഉണ്ട്. ഇതിന് ഞാൻ നൂൽപുട്ടിന് മാവ് വെച്ചതാണ്. അതവിടെ വെള്ളം ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ചൂടായിട്ട് വേണം അതിലേക്ക് പീച്ചാൻ. അപ്പോൾ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റായി. ക്യാരറ്റ് പൊരിച്ചോ? ഗായ്സ്, അപ്പോൾ നമ്മുടെ മസാല ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒരുമിച്ചിട്ടതാ വാട്ടാന്? അല്ല, തക്കാളി ഇട്ടിട്ടുള്ളത്. ആദ്യം ഉള്ളി ഇട്ട് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിന് മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആകുന്നുണ്ട്. രാത്രി അപ്പോൾ ഇതാണ് ഓനെ കുളിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. പള്ളിയിൽ പോകുമ്പോൾ മാത്രമേ വൈറ്റ് ഇടുന്നുള്ളൂ. ഇത് പുരയുന്ന ഉമ്മ വരുമ്പോൾ വല്യമ്മ വാങ്ങിക്കൊണ്ടുവന്നത് കേട്ടോ. വല്യമ്മ നേരത്തെ വാങ്ങിക്കൊണ്ട് തന്നിട്ട് പോയി. ഷർട്ട്, പിന്നെ ഇതാ പെയിൻറ്റ്. ഇതാണ് പെയിൻറ്റ്. അപ്പോൾ ഇത് കുളിച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ തേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്, അഥവാ കറണ്ട് പോയാൽ. ആട് വന്ന് കാക്കൻ്റെ വള്ളിക്കൂടിൽ പൊടിച്ചോനെ ഷോസറ് കാണിച്ചു തരുന്നടി കുപ്പായം പൊന്തിച്ചിട്ട്. നാട്ടുകാർ മുഴുവൻ കാണും കുപ്പായം പൊന്തിച്ചിട്ട്. അതാ ബെന്നുവിൻ്റെ ഒച്ചേട്ടപ്പ അവിടെ നിന്ന് വിളി കേൾക്കുന്നു. ഓ വാ, നടന്ന് വാ, പിച്ചാത്താത്ത വാ, പിച്ചാത്താത്ത വാ, വാ പിച്ചാത്ത, വാ വാ പിച്ചാത്താത്ത വാ, വാ 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 പിച്ചാത്താത്ത വാ. എന്നോട് അവിടെ പോയി എടുക്കാനാണോ പറയുന്നത്? വാ വാ വാ, ഞാൻ പിടിക്കാം, വാ വാ വാ. ഓ, ബാത്റൂമിലേക്കാ പോകുന്നത്. രാവിലെ എണ്ണീറ്റ് ആദ്യം ബാത്റൂമിലേക്കല്ലേ പോണ്ടേ? അയ്യയ്യയ്യേ. ഓ ഏടെ ഇന്നോളെടെ എവിടെ എവിടെ ഇന്നോളെടെ അപ്പൊ ഒന്നിക്കില്ല എനിക്ക് രാവിലെ. അപ്പൊ തന്നിക്കില്ല. ആൺകുട്ടി ആയിക്ക് ഹൗസറും ബെഞ്ഞിയനും ഓളെ ഹെയർ സ്റ്റൈലും. ആമ അങ്ങനെ ഒരു വട്ടം എണീറ്റിട്ട് ഞാൻ ഉറക്കിയതാ. അല്ലെ പണി നടക്കൂലോ. കാക്കനെ വിളിച്ച പള്ളി കൂടലാണ് എണീക്കുക. കാക്കാന്ന് വിളിക്ക്. കാക്കാനെ എണീക്കാൻ പറ. വിളിക്ക് കാക്കാനെ വിളിക്ക്. ഇതവിടെ കാക്ക, ഇതാ കാക്ക അവിടെ. വിളിക്ക് പെന്നോ. അതാ കാക്കനെ വിളിച്ചാ എണീക്കാൻ പറ. എണീക്കടാ പറ. എണീക്കാൻ പറ. അന്നൂന് വാങ്ങിയ ബനിയല്ലേ അന്നൂന് പാക. അന്നൂന്റെ ഷർട്ട് ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ അമ്മാട് പറഞ്ഞിക്ക് ഓനെടുക്കുകയാണെങ്കിൽ എന്തായാലും 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുള്ളൂ. വിളിക്ക് കാക്കാനെ.
ഒന്ന് പൊളിച്ച് വന്നതാണ്. അതിന്റെ ക്രീം എടുത്തിട്ട് അതിനു അന്റെ ക്രീമാണ് അന്നക്കാക്ക തേക്കുന്നത്. അങ്ങോട്ട് നോക്ക്, സുന്ദരനാവണ്. കൈവിട്, ഞാൻ തേക്കട്ടെ. ഇനി നമുക്ക് സുന്ദരനാവണ്ടേ? മിഠായി വാങ്ങാതെ കൊടുക്കണ. ഇനി ഞങ്ങൾക്ക് പുറത്തിറങ്ങാലോ അല്ലേ? ഞങ്ങള് പുറത്തിറങ്ങി ദിവസമായി രാത്രിക്കുന്നത്. അവന്റെ ചോദ്യം കേട്ടാ തോന്നുമ്പോ മുറ്റത്തിറങ്ങി ഭയങ്കര കളിയാണ്. ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓടി കളിക്കണ്ട കേട്ടാ. ഓനുണ്ടോ മുറ്റത്തിറങ്ങുന്നു? ഓനാ സോഫേന്റെ ആളാ. ആരാ മുണ്ടും കുപ്പായും? അത് ഞങ്ങൾ പള്ളിക്ക് പോകുമ്പോഴേ ഇപ്പൊ ഞങ്ങൾ ഇത് ഇടും. ഇതും ഉമ്മ ഉണ്ടോ ബാബ? അന്ന് എനിക്ക് അതേ വാങ്ങിയതിന്റെ കൂട്ടത്തിൽ വാങ്ങിയത്. ഇത് ഉമ്മ ഇത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ആ താത്താന്റെ മുകളിലേക്ക് ഇട്ടു. കാണാൻ ഞാൻ പറഞ്ഞ കാണാൻ ഇവിടെ വന്നോളി. ബെന്നു കാക്ക മാറ്റുന്നുണ്ടോ? പുതിയ കുപ്പായിട്ടോ? ബെന്നൊരു പുതിയ കുപ്പായി അങ്ങനെയല്ല, ഇങ്ങനെ പുതിയ കുപ്പായിട്ട് തരാൻ മതി. അതിനുണ്ട് ഇവന്റെ ഒരു മുണ്ടുണ്ട്, അതും ഷർട്ടും എനിക്ക് ഇട്ട് കൊടുക്കാച്ചു. എന്തോ എന്നെ കാക്കാന്റെ എന്താ ഐശു? ഐശു നോക്കുമ്പോ ചുറ്റോട് ചുറ്റും ഫ്ലാഷ്, ക്യാമറമാനോൻ, എന്താ ഇപ്പൊ ഇവിടെ സംഭവം? നല്ല ചേരുന്നുണ്ടല്ലേ ബ്ലാക്ക്? അല്ല അന്ന് കൊണ്ടുവന്നിട്ടില്ലേ, ഇത് ഊരുന്നില്ല. ഇത് അവന്റെ കള്ളി കൊണ്ട് ഞാനൊന്ന് എടുക്കാൻ പോയപ്പോ അതിന്റെ പുറകില് അത് കണ്ടപ്പോ ഞാൻ ഇടുവോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അതിന്റെ അതുണ്ടായിരുന്നു ഷർട്ട് ഇതുവരെ ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. ടീഷർട്ട് ഉണ്ട് ഇതേപോലെ ബ്ലാക്ക്. പക്ഷെ തലയിലല്ല പൗഡർ വെക്ക, മൊത്തം പൗഡർ വെക്ക. എന്തൊക്കെ എഴുതിയത്. അപ്പൊ ഞാൻ അമ്മയോട് വന്ന് ചിലപ്പോ ഇടുന്നുണ്ടാവും. ഓന്റെ ഒരുവിധം എല്ലാ ടീഷർട്ടിനും പുറകില് ചിത്രം എഴുതുന്നുണ്ട്. സ്പ്രേ അടിക്കണ്ടേ? ഫ്രണ്ട് മാറും. ഇതെങ്ങോട്ടാ പോകുന്ന? ഉമ്മക്ക് കാണിച്ചു കൊടുക്കും. ഉമ്മതെവിടെ? എടാ ഉമ്മതെവിടെ? അവിടെയല്ല ഉമ്മ ഇതെന്താ കിണറ്റിനുള്ളിൽ പോയി വെക്കുന്നേ? ഉമ്മതവിടെ കാണിച്ചു കൊടുക്ക്. നാളെ നല്ലോണം നിക്ക് ഉഷാറായിട്ടേക്ക് ഫോട്ടോ എടുക്കാന്. കുറച്ചിലാണ് എല്ലാരും നോക്കിയത്. ഒരു ഫോട്ടോ ഞങ്ങളതോ ഫോണ് തന്നാ ഞാൻ വരാന്ന്. ഓ ഫോണ് തരില്ല, സോറി. വാ ഫോട്ടോ എടുക്കാൻ വാ. വാ ഓ ഫോട്ടോ എടുക്കാൻ വരുന്നില്ല. അതിനൊക്കെ വെള്ളക്കുപ്പായിട്ടേ സാനു പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങാട്ടോ. അപ്പൊ അതിന് വേണ്ടിട്ട് വെള്ളക്കുപ്പായും വെള്ളം കൊണ്ട് വിടുകയാണ്. സുന്ദരനായിട്ട് പോവല്ലേ? പൗഡർ കുറച്ചുകൂടി വേണോ? പൗഡർ പോയോ? പോവാനായിട്ടില്ല. അവിടെ മാറ്റി വെക്കാൻ ആർക്കാ കുപ്പി വേണ്ടത്? അത് അല്ലേ? അപ്പൊ ഗൈസ് ഇതാ ഗൈസ് സുന്ദരമോൻ ഇതാ അവിടെ നിൽക്കുന്ന മോന് പള്ളിയിൽ കൂടെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി മാറ്റിയതാട്ടോ. ആദ്യം മാറ്റിയ ഡ്രസ്സ് ഊരിയിട്ട് ഇനിയിപ്പോ ഇത് ഇട്ടിട്ടാ പള്ളിയിലേക്ക് പോകുന്നത്. ഞാൻ എന്നെ മാത്രമേ എടുക്കുള്ളൂ, വേറെ എടുക്കൂല. തട്ടിപ്പോയത്
ഗൈസ് നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ദമ്മൊക്കെ പൊട്ടിച്ചൊക്കെ മിക്സ് ആയതിനു ശേഷം കേട്ടോ ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് വന്നത്. അന്നേരം ഇത് ഇളക്കുന്നുണ്ടപ്പോൾ വേഗം വീഡിയോ ഓൺ ആക്കിയത്. ഞാൻ അന്നുവിൻ്റെ പുറകെയായിരുന്നു ഉണ്ടായിരുന്നത്. പള്ളി പോയി അറിയൂലേ പള്ളിക്കൂടല് കഴിഞ്ഞ പാട് ഇതാ പെരും മഴ. ഓനിതാ സിറ്റൗട്ടിൽ നിന്നിട്ട് മുട്ടായി ഇന്നാട്ടോ. ഇത്രയും നാളെ സിറ്റൗട്ടിൽ പോലും ഇറങ്ങാനില്ല, അകത്തിരിക്കലല്ലേ. അപ്പം മഴയൊക്കെ നിന്ന് ആസ്വദിച്ചോണ്ട് ഓന് അങ്ങനെ ഇത് തിന്നോണ്ടിരിക്കുക കേട്ടോ. പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് സമാധാനമായി. നല്ല മഴ. അപ്പോൾ പള്ളിക്കൂടലിലെ ചെറിയൊരു വീഡിയോ. എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ വരി എല്ലാവരും ലൈക്ക് ചെയ്യണം മതി. അറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.